എന്തായാലും വലിയ വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതല്ലേ, വിശപ്പ് തോന്നുന്നുണ്ടാവും. അർച്ചനെ, കൊണ്ടുവന്ന് ഭക്ഷണം വിളമ്പി കൊടുക്ക്. എനിക്ക് വേണ്ട. ഇത്രയൊക്കെ ചെയ്തതും പോരാഞ്ഞിട്ട് ഇനി വിഷം കൂടി തരണമായിരിക്കും. നിന്നെയൊക്കെ വിശ്വസിച്ച് വല്ലതും വാങ്ങി കഴിക്കാൻ കൂടി പേടിയാ എനിക്ക്. എടീ, നിന്നെ കൊല്ലാൻ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. നീ അങ്ങനെ പേടിക്കുകയും വേണ്ട. നിന്നെ കൊല്ലുന്നതേ എന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചായിരിക്കും. അതിന് ഞാനാണോ മറ്റാരെങ്കിലും ആണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. അർച്ചനെ, ഭക്ഷണം എടുത്ത് വയ്ക്ക്. അർച്ചന എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. എടുത്തേക്ക് ഭക്ഷണം കൊണ്ടുവന്നതാ. അവന്തിക്ക് 1-2 ടെസ്റ്റുകളുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യാം. അർച്ചന, ഞാൻ റൂമിലുണ്ടാവും. അതെ, അവന്തികയെ ഡിസ്ചാർജ് ചെയ്യാൻ സാധ്യത എന്തെങ്കിലും? ടെസ്റ്റ് കഴിഞ്ഞാൽ എപ്പോ വേണേലും പോവാം. പോയിട്ട് പിന്നെ വന്നാലും മതി. അപ്പോ ബാക്കിയുള്ള ട്രീറ്റ്മെന്റും കൂടി ചെയ്യാം. അത് വേണ്ട, എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്താൽ മതി. നല്ല സ്വഭാവമായതുകൊണ്ട് വീട്ടിലാരും നോക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ആവുമ്പോ നേഴ്സുമാരെങ്കിലും നോക്കുമല്ലോ. എന്നാ ഡിസ്ചാർജ് ഡേറ്റ് നീട്ട അർച്ചന. ഇന്ന് ഡിസ്ചാർജ് ചെയ്യണം. എന്റെ സ്വഭാവത്തിന് എന്നെ നോക്കാൻ എന്റെ അനഘയുണ്ട്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് പറയും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. തീരുമാനിക്കാനൊന്നുമില്ല. ഞാൻ പറയുന്നത് തന്നെയാ എന്റെ കാര്യത്തിലുള്ള തീരുമാനം. ഇന്ന് ഡിസ്ചാർജ് ചെയ്യണം. മോളുടെ അമ്മ എവിടെ? വാ മോളെ, വാ. വാ.
നന്ദനാണല്ലോ. ആ നന്ദ ആണോ? ശരി ശരി. അവന്തികയെ ഡിസ്ചാർജ് ചെയ്തെന്ന്. ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അത് പറയാനാ നന്ദൻ വിളിച്ചത്. ആതിരയ്ക്ക് എന്തു പറ്റി? അവളെന്താ ഇങ്ങനെ വല്ലാതെ? അവക്ക് വയ്യാത്തോണ്ട് അങ്കിൾ എന്തേലും കഴിക്കാൻ തുടങ്ങുമ്പോ ഒന്നും വേണ്ടാന്ന് പറയും. ഗർഭിണി ആയതുകൊണ്ടാ, അല്ലാതെ വേറൊന്നുമല്ല. അവന്തികയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ എഴുന്നേറ്റ് പോയതുകൊണ്ട് ഞാൻ കരുതി ഇനി വേറെ വല്ല പ്രശ്നം കാണുമെന്ന്. ചിലപ്പോൾ ആതിരയ്ക്കും വിഷമം കാണും. അവന്തികയുടെ അവസ്ഥ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നയാൾ ആതിരയായിരിക്കുമല്ലോ. ഇങ്ങനെ എല്ലാവരെയും വിഷമത്തിലാക്കുന്ന സന്ദർഭങ്ങൾ എന്തിനാണാവോ ഈശ്വരൻ തരുന്നത്? വരുന്നതെല്ലാം അനുഭവിക്കാം, അല്ലാതെന്തു പറയാൻ. അതെ, ഒന്ന് നിന്നേ. ഇങ്ങനൊരവസ്ഥയിൽ പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം, എങ്കിലും പറയുക. ഇത്രയും നാൾ നീ ഇവിടെ എങ്ങനെ ജീവിച്ചു എന്ന് നിനക്കും ഞങ്ങൾക്കും അറിയാം. പുറത്തു പറയാൻ പറ്റാത്ത ധാരാളം സംഭവങ്ങൾ നീ ആയിട്ട് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. ഇപ്പോൾ നിനക്ക് സംഭവിച്ച ഈ അപകടം വരെ അതിൻ്റെയൊക്കെ പകരമായിട്ട് കിട്ടിയതാ. അത് മനസ്സിലാക്കി ഇനിയെങ്കിലും മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചാൽ കൊള്ളാം. അതല്ല, നിന്റെ പഴയ പകയും വിദ്വേഷം കൊണ്ട് നീ ഇവിടെ ജീവിക്കാനാണെങ്കിൽ നീ ബുദ്ധിമുട്ടും, വല്ലാതെ ബുദ്ധിമുട്ടും. അതെ, ഒരു കുടുംബത്തിൽ പെരുമാറേണ്ട ചില സാമാന്യ മര്യാദകളൊക്കെ ഉണ്ട്. അറിയില്ലെങ്കിൽ ദേ അർച്ചനയോട് ചോദിച്ചാൽ മതി, അർച്ചന പറഞ്ഞുതരും. എടുത്തി ഓരോന്നും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവും കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയില്ല ഏട്ടത്തെ ഉള്ളതെന്ന്. അതെനിക്ക് നല്ലപോലെ മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവുന്ന? നിനക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? മനസ്സിലാവില്ല. വേറെ ആർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാലും നിനക്കത് മനസ്സിലാവില്ല അർച്ചന. ഇനി നിനക്കതിനുള്ള വിധിയുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ
അന്ന് ഞാനത് ചവിട്ടിക്കലക്കും. അന്ന് മനസ്സിലാവും നിനക്ക് എന്റെ വേദന എത്രമാത്രമാണെന്ന്. അവന്തികേ, നന്ദേട്ടൻ എന്നോട് ദേഷ്യപ്പെടണ്ട. നന്ദേട്ടൻ എന്നോട് സംസാരിക്കുന്നതും ഉപദേശിക്കുന്നതും ഒക്കെ ഞാൻ ചിലപ്പോൾ കേട്ടൂന്ന് വരും, അനുസരിക്കുകയും ചെയ്യും. അതുപോലെ ദേ ഇവൾ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട. എന്റെ വേദന അവക്ക് മനസ്സിലാവും പോലും. അങ്ങനെ മനസ്സിലാവുമെങ്കിൽ നീ എന്തിനാ നിന്റെ അനിയത്തെ കൊണ്ട് എന്നെ തള്ളിയിടിപ്പിച്ചത്? നീ ഇനി ഇവിടെ നിന്ന് എത്ര കണ്ണ് നിറച്ചു കഴിഞ്ഞാലും ഇതൊക്കെ നിന്റെ അഭിനയമാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോ അകത്ത് ചെന്ന് ഇതൊക്കെ അച്ഛനോട് പറഞ്ഞാലുണ്ടല്ലോ, ഗർഭിണിയായ നിന്റെ അനിയത്തെ അച്ഛൻ തന്നെ നടതള്ളും. പക്ഷേ ഞാനത് പറയില്ല. കാരണം എന്നോട് അവള് കാണിച്ച ക്രൂരതയ്ക്ക് ഈശ്വരൻ തന്നെ പകരം കൊടുത്തോളും. അത് കാണാൻ തന്നെയാ ഞാൻ ഈ വീട്ടിൽ കാത്തിരിക്കുന്നത്. അച്ഛാ, എന്തു പറഞ്ഞാ ഞാൻ നിന്നെ സമാധാനിപ്പിക്കേണ്ടതെന്നറിയില്ല. വിഷമിക്കരുതെന്ന് ഞാൻ പറഞ്ഞാലും അതിനർത്ഥമില്ലാതായിപ്പോ. നിന്റെ കണ്ണീര് ഈശ്വരൻ കാണുന്നുണ്ട്. ഇന്ന് ഈശ്വരൻ നിനക്ക് നിഷേധിച്ചത് നാളെ നിനക്ക് തരും മോളെ. എങ്കിലും അച്ഛന്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു തരാൻ പറ്റാതെ പോയല്ലോ അച്ഛ. ഇരിക്കേ. അതോർത്ത് മോള് വിഷമിക്കണ്ട. എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കാനല്ലേ നമുക്ക് പറ്റൂ. എല്ലാം മുകളിലുള്ളവൻ കാണുന്നുണ്ട്. നീ ചെയ്തതിനൊക്കെയും ഈശ്വരൻ ഇന്നല്ലെങ്കിൽ നാളെ പകരം തരും. ഉറപ്പാത്. മോളെ, നല്ലത് മാത്രം ചിന്തിക്കുക, അത് പ്രവർത്തിക്കുക. ഞാൻ പറഞ്ഞത് നീ ഇപ്പൊ അങ്ങനെയല്ലെന്നല്ല. ഇപ്പൊ കിട്ടാത്ത ആ ഭാഗ്യം നിനക്ക് ഉടനെ കിട്ടുമെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം പറയാനുണ്ട്. നീ കൂടി വന്നിട്ട് പറയാമെന്ന് രാവിലെ ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു. അത് മറ്റൊന്നുമല്ല, നമുക്കൊരുപാട് സന്തോഷങ്ങൾ തന്നതിനപ്പുറം വിഷമങ്ങൾ തന്ന വീടായത്.
ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ധാരാളം സംഭവങ്ങൾ ഈ വീട്ടിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മറ്റേതെങ്കിലും വീട്ടിലേക്ക് താമസം മാറിയാലോ? അന്ന് ജ്യോത്സ്യം പറഞ്ഞ പോലെ ഈ വീടിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണുമായിരിക്കും. ചിലപ്പോ അതാവും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്താ നിന്റെ അഭിപ്രായം? നിന്റെ അഭിപ്രായം ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ നടന്ന ഈ സംഭവം നിനക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അത്ര വലിയ വേദന നിന്റെ മനസ്സിലുണ്ടാവുമെന്ന് അച്ഛനറിയാം. അതാ നിന്റെ അഭിപ്രായം ചോദിച്ചത്. അത് വേണ്ടച്ചാ, നമുക്ക് ഇവിടം വിട്ട് എങ്ങോട്ടും പോണ്ട. അച്ഛൻ പറഞ്ഞ പോലെ ഓർമ്മിക്കാൻ ഒന്നും തരാത്തൊരു വീടാ ഞാനിതിനെ കാണുന്നില്ല. എന്റെ നന്ദേട്ടനോടൊപ്പം വന്ന് കയറിയ വീടായത്. എന്റെ നന്ദേട്ടൻ വർഷങ്ങൾക്ക് ശേഷം തിരികെ വന്ന വീടും ഇത് തന്നെയാ. പിന്നെ ഇപ്പൊ എനിക്ക് പറ്റിയ ഈ സംഭവം എന്റെ വിധിയാ. എന്റെയും നന്ദേട്ടന്റെയും വിധി. ജ്യോത്സ്യം പറഞ്ഞ ഈ വീടിന്റെ ദോഷങ്ങളോട് ഇവിടുത്തെ മനുഷ്യരുടെ തലവിധി ചേർത്ത് വെക്കണ്ട. ഇനിയും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഞാൻ ജീവിച്ച എനിക്ക് ഭ്രാന്ത് വന്നു വരും. അമ്മയാവാൻ കൊതിച്ചിട്ട് അത് കയ്യെത്തും ദൂരത്തെത്തിയിട്ട് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ ദുഃഖം നിങ്ങളെല്ലാവരും കരുതുന്നതിനപ്പുറത്താ. ഞാനും നന്ദേട്ടനും നമ്മുടെ കുഞ്ഞുങ്ങളുമായി ഈ മുറിയിൽ കഴിയുന്നത് ഞാൻ എത്ര സ്വപ്നം കണ്ടതാന്ന് നന്ദേട്ടൻ അറിയാലോ. ദേഷ്യവും വാശിയൊക്കെ പറയുമെങ്കിലും ഞാനൊരു പെണ്ണല്ലേ നന്ദേട്ട. ആ ഒരു പരിഗണനയെങ്കിലും നന്ദേട്ടനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള നിന്റെ അവസ്ഥയെല്ലാം ശരി, അതെനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നിന്റെ അവസ്ഥയും സംസാരവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനൊരു അനുഭവം വന്ന നീ ഇപ്പോ പുറത്തു വെച്ച് അർച്ചനയോട് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ലോകത്ത് ഒരു പെണ്ണും പറയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്ന നിന്നെ എങ്ങനെയാണ് നീ പറയുന്ന പരിഗണന നൽകുന്നത്?
നീ കാല് തട്ടി വീണിട്ടാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നീ കരുതുന്നതും പറയുന്നത് എന്താ? ആതിര മനഃപൂർവ്വം ചെയ്തു എന്ന്. നിന്നെക്കാളും നേരത്തെ ഗർഭിണിയായ ആളാ ആതിര. ആ ഒരു അവസ്ഥയിൽ അവൾ നിന്നെ മനഃപൂർവ്വമായി തള്ളിയിടത്തൊന്നുമില്ല. അത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായി. ചിലപ്പോ അതൊക്കെ എന്റെ തോന്നല് തന്നെയാവും. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ഈശ്വരൻ തന്ന ശിക്ഷയാവും ഇത്. അവന്തികയ്ക്ക് വിഷമം വരില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇനി അതിനെക്കുറിച്ചൊന്നും അവന്തിക ഓർക്കണ്ട. ഇതെല്ലാം സാധാരണ സംഭവം തന്നെയാ. ഞാനിങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ കാരണം 2 തവണ അബോർഷൻ കഴിഞ്ഞ എനിക്കെന്റെ ആവണി മോളെ കിട്ടി.